നമുക്ക് ആങ്കറിന് ഒരു നല്ല മൂക്കുത്തി വാങ്ങിച്ചു അപ്പൊ ഇങ്ങനെ അതുമേ തല തിരിച്ചു തുറക്കണതിന് മുമ്പേ ഇങ്ങനെ തല തിരിഞ്ഞങ്ങ് നോക്കി. ഞാൻ എന്തായാലും അത് ഇപ്പൊ തന്നെ ഇട്ടിട്ട് കാണിക്കുന്നതായിരിക്കും. എനിക്ക് ചേച്ചി തന്ന മൂക്കുത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ചേട്ടാ മറ്റേ പൊന്മാൻ സിനിമയില്ലേ അത് കണ്ടിട്ടുണ്ടാവും, ബേസിലിന്റെ. അപ്പൊ അതേപോലത്തെ ഇഷ്യൂ ചേട്ടൻ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? പലർക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പൈസ ചോദിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ചോദിച്ച് ചെല്ലുന്ന ആൾക്കാർക്ക് അടിയും കിട്ടും. ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ നോ ഗോൾഡ് വെഡിങ് ഒക്കെ കറന്റ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഗോൾഡ് ഇല്ലാതെ കല്യാണം കഴിക്കുന്നു. എനിക്ക് ആദ്യം ഞാൻ നോ ഗോൾഡ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. എല്ലാവരും പറഞ്ഞിട്ടാണോ വലിയ ഇംഗ്ലീഷൊക്കെ ചോദിക്കണമെങ്കിൽ അനങ്ങാതിരുന്നോ ഞാൻ പറഞ്ഞോളാന്ന് പറയും. അല്ല, നമ്മൾ ഈ ഭാര്യയുടെ അടുത്ത് നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന ആൾക്കാരാണ്. ഭാര്യ ഏറ്റവും കൂടുതൽ മോളൂസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ കള്ളന്മാര്. സ്റ്റക്കായി. അത് എല്ലാ ലേഡീസ് സ്റ്റാഫിനൊക്കെ 40,000 50,000 രൂപ സാലറി. പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും. സ്വർണ്ണവില ഭയങ്കരമായിട്ട് കൂടുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തുന്നു. ശരിക്കും ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജൂവലറിക്കാർക്ക് എന്താ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? കൂടിയാലും കുറഞ്ഞാലും ജ്വല്ലറിക്കാർക്ക് ബെനിഫിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ചെറിയ പ്രോഫിറ്റ് വലിയ കച്ചവടം അത് ഉദ്ദേശിച്ചിട്ടാണ്. ഫ്രീ ഡെലിവറി ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ആക്ച്വലി പൈസ കിട്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറയുന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പന്തം വിട്ടു എന്താ കേരളത്തിലൊരു 60% പിള്ളേർക്കും ഇപ്പോൾ കിങ്ങിണിയെ പോലുള്ള പിള്ളേർക്കും നമ്മളറിയാം. കിങ്ങിണി വന്നിട്ട് പറയണേ ചേട്ടാ ഇൻട്രോ എടുക്കാനായിട്ട് ഒന്നും അറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം. നമ്മളെ കണ്ടില്ലാത്ത ആളിൻ്റെ അടുത്താണ് കല്യാണത്തിന്റെ ഡേറ്റ് ഫെബ്രുവരി 4. കറക്റ്റ് ആണോ? പിന്നെ എന്നും ഞാൻ ആഘോഷിക്കുന്നതിൽ ഒരുപാട് പൈസ പൊട്ടുന്നതാണ്. ആ ഡേറ്റ് മാർക്കില്ല. ചേച്ചിയുടെ ബർത്ത്ഡേ ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഡേറ്റ് ഓർമ്മിച്ച് വെച്ചില്ലല്ലോ. കാരണം വെച്ചാൽ രശ്മിക്ക് പൈസ ആവണം എനിക്ക് ഇഷ്ടമല്ല. എന്റെ ദൈവമേ,